തുടരെ ഫൈനലുകളിൽ പരാജയപ്പെട്ട് നിസ്സഹായതയുടെ പടുകുഴിയിലേക്ക് വീണുപോയവരാണ് പോയ പതിറ്റാണ്ടിൽ ആൽബി സെലസ്റ്റുകൾ. 2014 ലോകകപ്പ് ഫൈനൽ തോൽവി, പിന്നാലെ 2015 2016 തുടരെ കോപ്പ അമേരിക്ക ഫൈനൽ തോൽവികൾ. പെനാൽറ്റി പിഴച്ചുപോയ മെസ്സി ഇനിയൊന്നും ചെയ്യാനില്ലെന്ന ബോധ്യത്തിൽ കളി മതിയാക്കി മടങ്ങിയതാണ്. 29-ാം വയസ്സിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച മെസ്സിയോട് അരുതെന്ന് പറഞ്ഞവർ മറഡോണയും രാജ്യത്തെ അസംഖ്യം ജനങ്ങളും രാഷ്ട്രീയ നേതൃത്വവുമായിരുന്നു. 7 ആഴ്ചകൾക്ക് ശേഷം തിരിച്ചു വന്ന മെസ്സി 2018 ലോകകപ്പ് തോൽവിയിൽ ആകെ തളർന്നതാണ്. അവിടെയാണ് രക്ഷകനായി ലയണൽ സ്കലോണി എന്ന പരിശീലകൻ എത്തുന്നത്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഒപ്പമുണ്ടായാൽ മതിയെന്ന അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയാണ് അർജന്റീനയുടെ 3ാം ലോക കിരീടത്തിന് പിന്നിൽ. അന്നയാൾ തൻ്റെ വണ്ടിയിൽ വിളിച്ചു കയറ്റിയവരിൽ ഭൂരിഭാഗവും ആ വണ്ടിയിൽ തന്നെ അമേരിക്കയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ലാ സ്കലോനറ്റ എന്ന ആ വണ്ടി യാത്ര അവസാനിപ്പിക്കുന്നത് ഈ കിരീടവുമായി തന്നെ ആയാൽ പുതിയൊരു ചരിത്രം കൂടി തുറക്കും. ഫുട്ബോൾ ലോക കിരീടം തുടരെ 2 തവണ നേടുന്ന 3ാമത്തെ മാത്രം ടീമായി മാറുന്ന അർജന്റീന ഒപ്പം അവസാന ലോകകപ്പിലും ലോകകപ്പ് ഉയർത്തി തലയെടുപ്പോടെ മെസ്സിയുടെ മടക്കം. ലോകകപ്പിൽ ഗ്രൂപ്പ് ജെയിലാണ് അർജന്റീന. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ ടീമുകളാണ് ഗ്രൂപ്പിലെ മറ്റ് എതിരാളികൾ. ജൂൺ 17-ന് അൾജീരിയക്കെതിരെയാണ് ആദ്യ പോരാട്ടം. ജൂൺ 22-ന് ഓസ്ട്രിയയ്ക്കും ജൂൺ 28-ന് ജോർദാനുമെതിരെയാണ് മറ്റ് ഗ്രൂപ്പ് മത്സരങ്ങൾ. കാൽപന്ത് കളിയുടെ വിശ്വവേദിയിലേക്ക് അർജന്റീന ഇത്തവണ വരുന്നത് സമ്മർദ്ദങ്ങളുടെ ആ ഭാണ്ഡക്കെട്ട് അഴിച്ചുവെച്ചാണ്. പതിറ്റാണ്ടുകൾ കേട്ട പരിഹാസങ്ങൾ നിലച്ചിരിക്കുന്നു. നെഞ്ചിൽ ലോക കിരീടങ്ങളുടെ എണ്ണം പറഞ്ഞ 3 നക്ഷത്രമുദ്രകളുണ്ട്. 4 വർഷം മുൻപ് ഖത്തറിൽ കൈകളിലും ഹൃദയത്തിലും ആവാഹിച്ച ആ സുവർണ്ണ കിരീടം മറ്റാർക്കും വിട്ടുകൊടുക്കാതെ നെഞ്ചിലെ നക്ഷത്രമുദ്ര 4ആയി ഉയർത്തുകയാണ് ഇത്തവണത്തെ ലക്ഷ്യം.